1947 ഓഗസ്റ്റ് 15 ശേഷം രണ്ടാം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദിനമാണ് ഇന്നെന്ന് പറയാം. ചരിത്രത്തിൽ ജനാധിപത്യങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെ ഒരു അത്ഭുതം ഇന്ന് നടക്കുമോ എന്ന് 4 മണിക്കറിയാം. 4 മണിക്കുള്ള അമിത്ഷായുടെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയെ തുടർന്ന് നാരി ബിൽ അല്ലെങ്കിൽ വനിതാ സംവരണ ബിൽ ഇന്ന് ലോകസഭയിൽ പാസ്സാകുമോ ഇല്ലേ എന്നറിയാം. പക്ഷേ അതിശക്തമായി പാസ്സാകാതിരിക്കാനുള്ള സാഹചര്യത്തിലേക്കാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. 293 സീറ്റ് മാത്രം വോട്ടുള്ള ഭരണ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ അത്രമാത്രം വോട്ടുള്ള ബി.ജെ.പിയും ബി.ജെ.പിയുടെ സഖ്യകക്ഷികളും വിചാരിച്ചാൽ ഇത് ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നറിയില്ല. ബാക്കിയുള്ളവർ ശക്തമായി 290ഓളം വരുന്ന മറ്റ് ആളുകൾ 543 സീറ്റില്ല, ബാക്കി 540 സീറ്റിൽ 293 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനിടയിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരുടെ എംപിമാർ പങ്കെടുക്കില്ല എന്ന് പറയുന്നു പാർലമെന്റിൽ. അവർക്ക് 2 ദിവസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് അവർ പങ്കെടുക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഈ ചർച്ചയിലെല്ലാം വിജയിച്ചത് ചാണക്യ സൂത്രക്കാരനായ അമിത്ഷായാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അവസാന ഫലം. അതാണ് ഈ ബില്ല് തോറ്റുപോയാൽ, ഈ ബില്ല് പാസ്സാകാതിരുന്നാൽ രാജ്യവ്യാപകമായി, പ്രത്യേകിച്ച് ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ ഉൾപ്പെടെ രാജ്യവ്യാപകമായി, ആസാമിലും ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ബി.ജെ.പി പ്രചരണം നടത്തും. വനിതകൾക്കെതിരാണ് കോൺഗ്രസും പ്രതിപക്ഷവും എന്നും. അങ്ങനെയായാൽ അത് രാഷ്ട്രീയ നേട്ടം തീർച്ചയായിട്ടും ബി.ജെ.പി കൊയ്യും. അല്ല, ഇനി ബിൽ പാസ്സായാൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകൾ വരുമ്പോൾ സ്വാഭാവികമായി ബി.ജെ.പിക്ക് ഒരു അപ്പർ എഡ്ജ് കിട്ടുമെന്ന് എല്ലാവരും ഭയപ്പെടുന്നു. ചിലപ്പോൾ കിട്ടിയേക്കാം. അപ്പോൾ ഒരു ബില്ല് വരുമ്പോൾ 2 തലയുള്ള ബില്ലാണ്. ഇത് തോറ്റുപോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ബില്ല് പാർലമെന്റിൽ വെക്കുന്നതിൻ്റെ ഒരു കാര്യം. ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ, തോറ്റുപോയാലും നേട്ടം നമുക്കാണ്. ഇതാണ് ചാണക്യതന്ത്രം. ഇതാണ് ഇന്നലെ ഗൃഹമന്ത്രി അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററെ എന്ന് അമിത്ഷാജി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട്, വളരെ സരസമായിട്ടാണ് അവരെപ്പോഴും സംസാരിക്കുന്നത്. സരസമായി അവർ പറഞ്ഞു, നിങ്ങൾ ചാണക്യനാണ്, നിങ്ങളുടെ തന്ത്രം അടിപൊളിയായിട്ടുണ്ട്, നിങ്ങൾ ഈ ബില്ല് തോറ്റാലും നിങ്ങളത് ക്യാമ്പയിൻ ചെയ്യും, ജയിച്ചാലും അത് ക്യാമ്പയിൻ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു രസകരമായ കാര്യം മോഡി പറഞ്ഞു, ഞാൻ ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ എനിക്കിതിൻ്റെ ക്രെഡിറ്റ് തരണ്ട, മുഴുവൻ പേരുടെയും പേരും പടവും വെച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ പടം വെച്ചുകൊണ്ട് ഫ്ലെക്സ് അടിക്കാം, എന്നാലും വേണ്ടില്ല, നിങ്ങൾ ചരിത്രത്തിൽ തിരിഞ്ഞു നിൽക്കരുത്, ഈ ബില്ലിനെ പാസ്സാക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ബില്ല് പാസ്സാകാനുള്ള സാധ്യത ഇന്നും വളരെ അപൂർവമാണ്. അല്ലെങ്കിൽ അത്ഭുതം സംഭവിക്കണം. പ്രതിപക്ഷത്തുള്ള ശക്തമായി ബില്ലിനെ എതിർത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തുള്ള 67 പേരെങ്കിലും വോട്ട് ചെയ്താൽ, 360 വോട്ട് കിട്ടിയാൽ മാത്രമേ, 540ൽ 3ൽ 2 360 വോട്ട് കിട്ടിയാൽ മാത്രമേ ബില്ല് പാസ്സാവുകയുള്ളൂ. പിന്നെ രാജ്യസഭ പാസ്സാക്കണം. രാജ്യസഭ കുറച്ചുകൂടി മെച്ചമുണ്ട് ഇവർക്ക്, ബി.ജെ.പിക്ക്. അതുകൊണ്ട് രാജ്യസഭ വലിയ പ്രശ്നം വരില്ല. ലോക്സഭ പാസ്സാക്കിയ പിന്നെ രാജ്യസഭ പാസ്സാക്കും. പിന്നെ സംസ്ഥാനങ്ങൾ പാസ്സാക്കണം. സംസ്ഥാനങ്ങൾ 3ൽ 2 എന്ന് പറയുമ്പോൾ ബി.ജെ.പിയുടെ കയ്യിലുണ്ട്. എല്ലാ സംസ്ഥാനവും പാസ്സാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബില്ലായി മാറും. പക്ഷേ ഇന്നത്തെ കടമ്പ, ഇന്ന് 4 മണിയുടെ കടമ്പ ചരിത്രം നോക്കി നിൽക്കുകയാണ്. ലോക ചരിത്രം, കേരളം മാത്രമോ ഇന്ത്യയോ മാത്രമല്ല, ലോക ജനാധിപത്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കണ്ണിലേക്കാണ്. ഇന്ന് 4 മണിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ വീണ്ടും ആൺകോയ്മയുടെ കഥകൾ വിജയിക്കുമോ, പെൺവിജയം ഉണ്ടാകുമോ? ഇതിനിടയിൽ കങ്കണ റാവത്ത് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അത്രയ്ക്ക് വളരെ വളരെ അർപ്പണ മനോഭാവത്തോട് ഈ ബില്ല് കൊണ്ടുവന്നു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ബില്ലിനെ ഡീലിമിറ്റേഷനുമായി അല്ലെങ്കിൽ മണ്ഡല പുനർനിർണയമായി ബന്ധിപ്പിക്കുന്നതിലാണ് ഞങ്ങൾക്ക് പരാതി. ഇപ്പോഴുള്ള 543 അതിൽ നിന്ന് 33% കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല എന്നൊക്കെ പറയുമ്പോഴും മുസ്ലിമിന് എവിടെ, OBCക്ക് എവിടെ എന്നൊക്കെ ചോദിച്ച് ഇതിനെ പലതരത്തിൽ താളം തെറ്റിക്കാൻ നടക്കുമ്പോൾ, ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് രാജ്യത്ത് ഇതുണ്ടോ, OBCക്കുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും SC/STക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇല്ലാത്ത ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ്, ഇല്ലാത്ത കൺഫ്യൂഷൻസിൽ ക്രിയേറ്റ് ചെയ്ത് ഒരു ബില്ലിനെ കൂടി നമ്മൾ കൊല്ലുമ്പോൾ, അത് കൊല്ലാൻ സ്ത്രീകളടക്കമുള്ളവർ മുന്നിലുണ്ട് എന്ന് പറയുമ്പോൾ, കേവലം എല്ലാറ്റിനും മുകളിൽ കയറി നിൽക്കുന്നത് രാഷ്ട്രീയമാണ്. അത് കഴിഞ്ഞു മാത്രമേ ഉള്ളൂ ജനാധിപത്യം, അത് കഴിഞ്ഞു മാത്രമേ ഉള്ളൂ മതേതരത്വം, അത് കഴിഞ്ഞു മാത്രമേ ഉള്ളൂ നീതി, സാമൂഹ്യനീതി, സുതാര്യത, സത്യസന്ധത. മുഴുവൻ രാഷ്ട്രീയമെന്ന 3 അക്ഷരം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ പൊളിറ്റിക്സ് ഈസ് എ പൊളിട്രിക്സായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ ബി.ജെ.പിക്ക് രാഷ്ട്രീയ നേട്ടം കിട്ടുമോ എന്നാലോചിച്ചുകൊണ്ട്, എങ്ങനെയായാലും രാഷ്ട്രീയ നേട്ടം കിട്ടുന്ന, പോസിറ്റീവായാലും നെഗറ്റീവായാലും രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കണക്കാക്കി ബി.ജെ.പി കൊണ്ടുവച്ച
രണ്ട് തലയുള്ള വാളിൻ്റെ രണ്ട് തലയും മൂർച്ചയുള്ള ഒരു ഇരുതല വാൾ കൊണ്ടുവച്ചപ്പോൾ അതിൽ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ്. അതിൽ കൂടുതൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്, പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് ഈ ബില്ല് പാസ്സാക്കാൻ സഹായിക്കുകയും അതിനുശേഷം അതിൻ്റെ ക്രെഡിറ്റ് കൂടി എടുക്കാൻ നിൽക്കുന്നതായിരുന്നു. ഒരുപക്ഷെ ഇനി നാളെ BJPക്ക് ശക്തമായൊരു പാർലമെൻറ്റ് 29 മറ്റോ കുറച്ചുകൂടി 3/2 ഭൂരിപക്ഷവും ഇതിൻ്റെ പേരിൽ അവർ നേടിയാൽ അവർ കൃത്യമായി ബില്ല് കൊണ്ടുവരികയും അവർ അതിനുള്ള പരിപാടികൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. അപ്പോഴും നഷ്ടം കോൺഗ്രസിനായിരിക്കും. തീർച്ചയായിട്ടും ഇത് രാജ്യത്തെ ഏറ്റവും വലിയൊരു ചരിത്രപരമായ ഒരു വനിതാ ബില്ല് വന്നതിനെ വീണ്ടും നമ്മൾ കൊല്ലുകയാണ്. എത്ര പ്രാവശ്യം കൊന്നതിനെ തന്നെ വീണ്ടും നമ്മൾ കൊന്നുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ഒന്നുകിൽ ഡീലിമിറ്റേഷൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ 540 എന്തെങ്കിലും പ്രശ്നം, അത് BJPക്കും അതിനകത്ത് പുനർവിചിന്തനം നടത്തണം, പ്രതിപക്ഷവും പുനർവിചിന്തനം നടത്തണം. വനിതാ ബില്ല് കൃത്യമായി ഈ രാജ്യത്ത് നടപ്പിലാക്കേണ്ട ഒരു ബില്ലാണ്. 50% തീർച്ചയായിട്ടും വനിതകൾക്ക് കൊടുക്കേണ്ടതാണ്. പോട്ടെ, 33% കൊടുക്കും. ഇനി എനിക്ക് 2 സംശയങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ SC/ST പുനർനിർണ്ണയമൊക്കെ നടത്തും പോലെ ഇത് ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന, ഇലക്ഷൻ കമ്മീഷൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ഡീലിമിറ്റേഷനൊക്കെ വിട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് കുറേ മണ്ഡലങ്ങൾ, 33% മണ്ഡലങ്ങൾ സ്ത്രീ മണ്ഡലങ്ങളാക്കി പ്രഖ്യാപിക്കാനുള്ള അവകാശം കൊടുക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ പാർലമെൻറ്റ് ബില്ല് പാസ്സായാലും പാസ്സായില്ലെങ്കിലും ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും CPM അടക്കമുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഞങ്ങൾ വനിതകൾക്ക് വേണ്ടി ഇതാ അലമുറയിട്ട് കരയുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും അവരുടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ 33% സീറ്റ് അവർ കൊടുക്കുമോ? അതിന് പ്രായോഗിക തടസ്സമൊന്നുമില്ലല്ലോ. കൊടുക്കുമോ? അതും നമുക്ക് സംശയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വായ്ത്താരികൾ നമുക്ക് ഒരുപാട് പറയാം. അധികാരവും സമ്പത്തും പങ്കുവയ്ക്കുന്നിടത്ത് ഒരു പങ്കാളിത്തം ഉണ്ടാവില്ല. അതെന്നും നമ്മൾ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി രാജാധികാരവും ഏകാധിപത്യവും സർവാധിപത്യവും ഒക്കെ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അവിടെ ആൺകോയ്മയ്ക്ക് വലിയ പങ്കുണ്ട്. അധികാരവും സമ്പത്തും പങ്കുവെക്കുന്നതിൽ കൃത്യമായി സ്ത്രീകളെ കൂടി പങ്കുവെച്ച് അവരെ എംപവർ ചെയ്യുന്നതിൽ നമ്മളിപ്പോഴും ഇരുണ്ട നൂറ്റാണ്ടിലാണ്. കാര്യം എന്തായാലും അത് BJPയുടെ രാഷ്ട്രീയ തന്ത്രമായാലും ചാണക്യതന്ത്രമായാലും പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടവുകളായാലും കാലം ഇത് കാത്തുവയ്ക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഈ ബില്ല് പാസ്സാകാതിരുന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു കറുത്ത ദിനമായിട്ടായിരിക്കും കാണുന്നത്. ഇനി മറ്റൊരു ലാസ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. എന്നെങ്കിലും ഡീലിമിറ്റേഷൻ നടക്കുമെങ്കിൽ അത് ജനസംഖ്യാടിസ്ഥാനത്തിലാകുമെങ്കിൽ കേരളത്തിന് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് നഷ്ടം തന്നെയായിരിക്കും. അതിന് നികത്താൻ കഴിയുന്ന ഒരു നഷ്ടവുമല്ല.